ചങ്ങനാശ്ശേരി താലൂക്കിൽ കറുകച്ചാൽ പഞ്ചായത്തിൽ മാന്തുരുത്തിയിലാണ് കാരാപ്പള്ളിയിൽ രാജേഷിന്റെ അപൂർവ ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഈ ഫാം. ഇതിനോട് എനിക്കൊരു താല്പര്യം തോന്നുന്ന കാര്യം, പല പല പഴങ്ങളെയും കുറിച്ചൊക്കെ ഞാൻ ബ്രസീലിലും ആഫ്രിക്കയിലും മലേഷ്യയിലൊക്കെ ഉള്ള പഴങ്ങളെ കുറിച്ച് നേരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ തോട്ടത്തിൽ എത്തിച്ചാൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഇത്തരം പഴവർഗ്ഗ സ്നേഹികളായ ധാരാളം സുഹൃത്തുക്കളും എനിക്കുണ്ട്. അവരുടെ കൂടെ താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ഏകദേശം 3-4 വർഷമായിട്ട് ഇതിന് സജീവമായിട്ട് പ്രവർത്തിക്കുന്നു. കാരാപ്പള്ളിൽ യോഹന്നാന്റെയും ലില്ലിക്കുട്ടിയുടെയും മകൻ രാജേഷ് എന്ന ഈ 40-കാരൻ അപൂർവ ഇനം ഫലസസ്യങ്ങളുടെ ഉടമയും പ്രചാരകനുമാണ്. ഇപ്പം നമുക്ക് അതിലൊരു 20ഓളം ഇനം പഴവർഗ്ഗ ചെടികളുണ്ട്. ഇതിൽ മുഖ്യമായിട്ടുള്ളത് റംബുട്ടാന്റെ വലിയ കായുള്ള ഇനം, മിൽക്ക് ഫ്രൂട്ട്, അബിയു, ജബോട്ടിക്കാബ, മിറക്കിൾ ഫ്രൂട്ട്, പീനട്ട് ഫ്രൂട്ട്, അങ്ങനെ ചില പഴവർഗ്ഗങ്ങളാണ് കൂടുതലും പ്രാധാന്യമുള്ളത്. അല്ലാത്ത ഒട്ടുമിക്ക പഴവർഗ്ഗങ്ങളും നമ്മുടെ തോട്ടത്തിൽ ഇപ്പോൾ ഉണ്ട്. മിറക്കിൾ ഫ്രൂട്ട്, മിൽക്ക് ഫ്രൂട്ട്, പീനട്ട് ഫ്രൂട്ട്, ജാംബോട്ടിക്കബ, ആകാശവെള്ളരി, അങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. അടുത്തിടെ ഭൂമി മലയാളം കീഴടക്കിയ റംബുട്ടാനുമുണ്ട് കൂടെ. വിദേശ പഴവർഗ്ഗ ചെടികൾക്ക് ഇപ്പം കേരളത്തിൽ ഏകദേശം നല്ല ഒരു ഡിമാൻഡുള്ള കാലമാണ്. ധാരാളം പേര് ഈ വിദേശ പഴവർഗ്ഗ ചെടികളായ റംബുട്ടാൻ, ഫിലോസാൻ, മംഗോസ്റ്റിൻ തുടങ്ങിയ നട്ടു വളർത്തുന്നുണ്ട്. അതുകൂടാതെ പുതിയ കാല പഴവർഗ്ഗ ചെടികളായ അബിയു, ജബോട്ടിക്കാവ പോലും ബ്രസീലിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. ഇത്തരം ചെടികളുടെ ഏറ്റവും വലിയ മേന്മ നമ്മുടെ കേരളത്തിലെ ട്രോപ്പിക്കൽ കണ്ടീഷനിൽ, അതായത് ഉഷ്ണമേഖല കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുകയും സമൃദ്ധമായി കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാര്യമായി രാസവള പ്രയോഗം ഒന്നുമില്ലാതെ തികച്ചും ജൈവ രീതിയിൽ നമുക്ക് ഈ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. കീടനാശിനിയുടെ ഒരു ആവശ്യം ഇത്തരം പഴവർഗ്ഗങ്ങളിൽ ഒന്നും തന്നെ കാണുന്നില്ല. ഇതിൻ്റെ മുകൾ തലപ്പ് നമ്മൾ മുറിച്ച് പരമാവധി ശിഖരങ്ങൾ വളരാൻ അനുവദിച്ചാൽ തീർച്ചയായിട്ടും ഈ പഴങ്ങൾ നമുക്ക് നിലത്ത് നിന്ന് തന്നെ ശേഖരിക്കാം. ഒരു വലയുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ ഈ പഴങ്ങൾ നിലത്ത് നിന്ന് ശേഖരിച്ച് നമുക്ക് വിപണിയിൽ എത്തിച്ച് അതൊരു നല്ല ആദായ മാർഗം കൂടി കർഷകർക്ക് ആക്കിയെടുക്കാവുന്നതാണ്. ആദ്യം നമുക്ക് അത്ഭുതം വഴിയുന്ന മിറക്കിൾ ഫ്രൂട്ടിന്റെ കഥ കേൾക്കാം. ചില്ലറക്കാരനല്ല പുള്ളി. മഹാത്മാ നെൽസൺ മണ്ടേലയുടെ നാട്ടുകാരനാണ്. സപ്പോർട്ടിഷ്യ കുടുംബത്തിൽ ജനനം. ആഫ്രിക്കൻ അത്ഭുത പഴവർഗ്ഗ ചെടി മിറക്കിൾ ഫ്രൂട്ട് അല്ലെങ്കിൽ മിറക്കിൾ ബെറിയാണ് ഇത്. മിറക്കിൾ ഫ്രൂട്ട് സപ്പോർട്ടേസിയ സസ്യകുടുംബത്തിൽ വരും. മിറക്കിൾ ഫ്രൂട്ടിന്റെ ഗുണം, മിറക്കിൾ ഫ്രൂട്ടിന് ഒരു പുളി കലർന്ന മധുരമുള്ള ഒരു രസമാണ് ഉള്ളത് നമുക്ക് അനുഭവപ്പെടുന്നത്. മിറക്കിൾ ഫ്രൂട്ട് കഴിച്ച ശേഷം നമുക്ക് കയ്പ്, പുളി, ചമർപ്പ് തുടങ്ങിയ രസമുള്ള എന്ത് കഴിച്ചാലും നല്ല മധുരം തോന്നി. ഏകദേശം 1 മണിക്കൂർ നേരം ഈ മധുരം നിലനിൽക്കും. ജന്മന ബോൺസായി, ചട്ടികളിലെ വാസം, ഇഷ്ടപ്രിയ. പഴുത്ത വലിയ കാന്താരി മുളകിനെ ഓർമ്മിപ്പിക്കുന്ന ഈ പഴം കഴിച്ചാൽ പിന്നെ 2 മണിക്കൂർ വായിൽ മധുരത്തിന്റെ ഉത്സവം. ഇത് സ്വാഭാവികമായിട്ട് ബോൾസായി രീതിയിൽ വളരുന്ന ഒരു സസ്യമാണ്. ഇത് ഒരു കുറ്റിച്ചെടിയായിട്ടാണ് വളർച്ച. വീട്ടിൽ ചെടിച്ചട്ടിയിൽ നട്ടു വളർത്തുവാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് പോലും നമുക്ക് വളർത്താവുന്നേ ഉള്ളൂ. പരമാവധി ഒരാൾ ഉയരത്തിലൊക്കെ വളരാറുള്ളൂ. കൂടുതലും കുറ്റി ചെടിയായിട്ടുള്ള രീതിയിലാണ് വളർച്ച. സപ്പോർട്ടയുടെ ഫാമിലി ആയതുകൊണ്ട് കറ രസം ഇതിനകത്ത് കാണും. വർഷം മുഴുവൻ പൂക്കുകയും കായ്ക്കുന്ന ഒരു പതിവും മിറക്കിൾ ഫ്രൂട്ടിനുണ്ട്.
പേടിക്കണ്ട. മിറക്കിൾ ഫ്രൂട്ടിലെ മധുരം ഏതു കടുത്ത പ്രമേഹ രോഗികൾക്കും സധൈര്യം കഴിക്കാം. എന്തിന്, കീമോതെറാപ്പി കഴിഞ്ഞ് നാവിന്റെ രുചിയാകുന്ന ക്യാൻസർ രോഗികൾക്ക് രസനയുടെ നഷ്ടപ്പെട്ട സിദ്ധി വീണ്ടെടുക്കാൻ പോലും ഇവൻ ഒറ്റമൂലി. ഇതിന്റെ അടിസ്ഥാനം മിറക്കിൾ ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന മിറാക്കുളിൻ എന്ന് പറയുന്ന ഘടകം നമ്മുടെ നാവിലെ രസമുകുളങ്ങളെ ഉണർത്തി താൽക്കാലികമായിട്ട് പുളിക്ക് പകരം മധുരം നമുക്ക് തലച്ചോറിൽ അനുഭവപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 2 മണിക്കൂർ നേരത്തേക്ക് ഈ പ്രതിഭാസം നിലനിൽക്കാറുമുണ്ട്. ക്യാൻസർ രോഗ ചികിത്സയിലെ കീമോതെറാപ്പി ട്രീറ്റ്മെന്റിന് വിധേയരായ രോഗികൾക്ക് മിറക്കിൾ ഫ്രൂട്ടിന്റെ പഴം വളരെ അനുഗ്രഹപ്രദമാണ്. ഈ പഴം കഴിച്ച ശേഷം അവര് ഭക്ഷണം കഴിച്ചാൽ സ്വാഭാവികമായുള്ള നല്ല രുചി നിലനിൽക്കുകയും കിട്ടുകയും ചെയ്യും. വലിപ്പത്തിലല്ല കാര്യം, ഉൾക്കാമ്പിലാണെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടില്ലേ? ഇനി ആകാശവെള്ളരി അഥവാ ജെയിൻ ഗ്രാൻഡ് നിലയുടെ വിശേഷങ്ങൾ. ആകാശവെള്ളരിയാണിത്. പിന്നെ നമ്മൾ ഇംഗ്ലീഷിലെ ജെയിന്റ് ഗ്രാനുല എന്നും പറയും. ഫാഷൻ ഫുഡിന്റെ വർഗ്ഗഭേദത്തിൽ വരുന്ന ഒരു സസ്യമാണ് ആകാശവെള്ളരി. പച്ചയ്ക്ക് നമുക്ക് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാം, തോരൻ വയ്ക്കാനും മറ്റുള്ള കറികളൊക്കെ വയ്ക്കാം. പഴുത്ത് കഴിയുമ്പോൾ ഓമയ്ക്ക പപ്പായ കഴിക്കുന്നത് പോലെ കഴിക്കാൻ നല്ല സ്വീറ്റായിട്ടുള്ള ഈ വെള്ളരി വർഗ്ഗം അല്ലാത്ത വിള നമ്മുടെ നാട്ടിലെത്തിയത് മലേഷ്യയിൽ നിന്നാണ് കഴിഞ്ഞത്. മുതൽ 2 കിലോഗ്രാം വരെ തൂക്കം വരുന്ന ഫാഷൻ ഫ്രൂട്ട് കുടുംബാംഗമായ ഈ സുന്ദരന്റെ പുറന്തോടും മാതളവും ഒരുപോലെ ഭക്ഷ്യയോഗ്യമാണ്. കായ മാത്രമല്ല, ആകാശവെള്ളരിയുടെ പൂവും കണ്ണിന് അമൃത് പകരുന്ന കാഴ്ചയാണ്. ആകാശവെള്ളരിയുടെ മുറിച്ച ഭാഗമാണിത്. ഇതിലെ മാംസളമായ ഭാഗം നന്നായിട്ട് ഭക്ഷ്യയോഗ്യമായ മാധുര്യമുള്ള കാമ്പാണ്. അകത്തുള്ള വിത്തുകൾ നമുക്ക് നടീൽ വസ്തുവായി ഉപയോഗിക്കാം, കൂടാതെ ഭക്ഷ്യയോഗ്യവുമാണ്. ഇതിന്റെ വിത്തുകളാണ് നടീൽ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. വിത്ത് എടുത്ത് കഴുകി മണലിൽ പാകി കിളിപ്പിച്ച് തൈകളാക്കി നമുക്ക് നട്ടു വളർത്താവുന്നതേ ഉള്ളൂ. കൂടാതെ അതിന്റെ വള്ളികൾ മുറിച്ച് നട്ടും തൈകളുടെ ഉൽപാദനം സാധ്യമാണ്. ഇതിനുള്ള രുചി പപ്പായയുടെ സമാനമായ രുചിയാണ്. ഇനി മരമുന്തിരിയുടെ ചോട്ടിലേക്ക്. മരമുന്തിരി അഥവാ ജാംബോട്ടിക്കാബ ബ്രസീൽക്കാരിയാണ്. മൈലാഞ്ചി മരം പോലെ ശിഖരസമൃദ്ധമാണ് ഇവരുടെ കായഭംഗി. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അപൂർവ സുന്ദര പഴങ്ങളുടെ കലവറയാണ് രാജേഷിന്റെ തോട്ടം. രാജേഷിന്റെ ഭാര്യ സുനിയും ഈ അനുപമ കാർഷിക നന്മയ്ക്കായി ജീവിതം സമോദം സദാ സമർപ്പിച്ചിരിക്കുന്നു. ഇനി ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു കഥയുമായി ഭൂമി മലയാളം മടങ്ങിയെത്തുന്നു.